ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മകളെ, പരീക്ഷയൊക്കെ കഴിഞ്ഞുവെങ്കിലും +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഇനി വളരെ വലിയൊരു കൺഫ്യൂഷനിലും ഇനി മുന്നോട്ടുള്ള കരിയർ ഡിസൈഡിങ് പാത്തിലുമാണ്. അപ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് വിവിധങ്ങളായിട്ടുള്ള അഡ്മിഷനുകളാണ്. അതിൽ തന്നെ ഡിഗ്രി അഡ്മിഷൻ 2026 അടുത്ത അധ്യയന വർഷത്തിൽ ഡിഗ്രിയിലെ പലവിധ കോഴ്സുകൾ ഗവൺമെന്റ് ആയിട്ടും നോൺ ഗവൺമെന്റ് ആയിട്ടും ഒക്കെ ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തോളൂ, മുഴുവനായും കണ്ടുവെച്ചോളൂ, ഉപകാരപ്പെടും. ഇനി അങ്ങോട്ട് ഡെഡ് ലൈനുകളും ആപ്ലിക്കേഷൻ ഫോമുകളും അതിന്റെ ബാക്കി ഡീറ്റെയിൽസും ക്രൈറ്റീരിയസും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരും. ഇപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു അവയർനെസ് തരികയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. നിങ്ങളുടെ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് കൂടി, ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്തുകൊണ്ട് കരിയർ ഗൈഡൻസിലേക്കും നിങ്ങൾ എടുക്കുന്ന കോഴ്സുകളിൽ ബെസ്റ്റ് ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഡിഗ്രിയാണ് നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷൻ എങ്കിൽ ഇപ്പോൾ ഒരുപാട് ഡിഗ്രി കോഴ്സുകളുണ്ട്, വിവിധങ്ങളായിട്ടുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. പോപ്പുലറായിട്ട് നമുക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾ അറിയാം? കാലിക്കറ്റ് ഉണ്ട്, MG ഉണ്ട്, കണ്ണൂരുണ്ട്, അതുപോലെ തന്നെ കേരളയുണ്ട്. ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. ഈ യൂണിവേഴ്സിറ്റിയുടെ കീഴിലൊക്കെ തന്നെ 3 വർഷത്തെ കോഴ്സുകൾ പഠിക്കാനുള്ള അവസരവും ഇപ്പോൾ പുതുതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമുകൾ വിത്ത് എൻട്രൻസ് എക്സാം എഴുതി അതിന്റെ റാങ്ക് ലിസ്റ്റ് ബേസ്ഡ് മെറിറ്റ് അഡ്മിഷൻ നേടാനുള്ള അവസരവും നിങ്ങൾക്കുണ്ട്. അപ്പോൾ 2026 കാര്യം എടുക്കുകയാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു നോട്ടിഫിക്കേഷൻ ഞാൻ കണ്ടതാണ്. ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റിലെ അഡ്മിഷനുകൾ ഇപ്പോൾ തന്നെ അവർ മാർച്ച് 16 നോട്ടിഫിക്കേഷൻ വരികയും ചെയ്തു. ഡെഡ് ലൈൻ ഏപ്രിൽ 30 4 മാസം 30 പക്ഷേ സാധാരണ റെഗുലർ ആയിട്ടുള്ള ഡിഗ്രി അഡ്മിഷനുകൾ, ഈ പറയുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും അഡ്മിഷനുകളും അതിനുശേഷമുള്ള ഓപ്ഷൻ രജിസ്ട്രേഷനും അലോട്ട്മെന്റും ഒക്കെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ട്രെൻഡുകൾ അനുസരിച്ച് നിങ്ങളുടെ +2 റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും സ്റ്റാർട്ട് ആകുന്നത്. പക്ഷേ ജൂൺ ആദ്യ വാരത്തോടു കൂടി തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് ഒക്കെ വരാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ജൂലൈ വരെ വെയിറ്റ് ചെയ്യേണ്ടതില്ല. ജൂൺ അവസാനത്തോടു കൂടി തന്നെ എല്ലാ അലോട്ട്മെന്റുകളും കഴിഞ്ഞ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സുകളിലേക്ക്, കോളേജുകളിലേക്ക് അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ ഒഫീഷ്യൽ കോളേജ് പഠനം തുടങ്ങാനുള്ള സമയവും തുടങ്ങുന്നതാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായിട്ടും നിങ്ങൾ ഈ +2ന്റെ മാർക്ക് ലിസ്റ്റ് വരുമല്ലോ, ആ മാർക്ക് ലിസ്റ്റ് വെച്ചിട്ടാണ് കോളേജ് അഡ്മിഷന് നിങ്ങൾക്ക് മെറിറ്റ് സീറ്റ് കിട്ടുന്നോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അത് തന്നെ നിങ്ങൾക്ക് ഓരോ പോയിന്റുകളുണ്ട്. ആ പോയിന്റുകൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുന്ന ആ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയും. ഡിഗ്രി അഡ്മിഷന് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ടോട്ടൽ +2 മാർക്കിനോടൊപ്പം നിങ്ങൾ ഏത് കോഴ്സിലേക്കാണ്, ഇപ്പോൾ BSc ഫിസിക്സ് ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ +2 ഫിസിക്സിന് കിട്ടിയ മാർക്ക് ഒന്നുകൂടി അഡീഷണൽ ആയിട്ട് ആ ടോട്ടൽ മാർക്കിനോട് കൂട്ടി വേറെ കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്. വിശദമായിട്ട് പറയാം ഇൻഡെക്സ് മാർക്കിനെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ. അപ്പോൾ ആ രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടാതെ തന്നെ ഒരുപാട് റിസർവേഷനുകളുണ്ട്, ബാക്കി ക്രൈറ്റീരിയാസ് ഉണ്ട്, നിങ്ങളുടെ ക്ലബ് സർട്ടിഫിക്കറ്റുകളുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഫൈനൽ അഡ്മിഷൻ അല്ലെങ്കിൽ അലോട്ട്മെന്റ് ലിസ്റ്റിൽ നിങ്ങളുടെ റാങ്ക് വരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ടത്, തീർച്ചയായിട്ടും ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കി വെക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ +2 റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനേക്കാൾ വലിയൊരു ഓപ്ഷൻ, നിങ്ങൾ ഇനി അടുത്ത ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. ഇനി അഥവാ അങ്ങനെ ഒരു ധാരണ ഇല്ല എങ്കിൽ റെഗുലറായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ നമുക്ക് അറിയിക്കാം. നിങ്ങൾക്ക് വേണ്ട ഓരോ കോഴ്സിനെ പറ്റിയും ഇപ്പോഴത്തെ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയും കോളേജുകളെ പറ്റിയും ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഈ സീരീസിൽ ഈ ഒരു വെക്കേഷൻ ടൈമിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്താൽ അറിയാം. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അടുത്തൊരു കരിയർ പാത്ത് സെലക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളതെല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ കൂടെ കൂടിക്കോളൂ, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോളൂ. അപ്പോൾ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു അവയർനെസ് മാത്രമാണ് ഈ ഒരു വീഡിയോ. ബാക്കി വഴിയേ വരുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. നിങ്ങൾ ഏതാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നൊന്ന് കമന്റ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.